ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ അവധപുരി മേ രാം എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട്. അവധപുരി മേ രാം. ഈ കഥ പൗരാണികമായിട്ടുള്ള ഒരു കഥയാണ്. അവധപുരിയിലെ കഥയാണ്. അവധപുരിയിലുള്ള അയോധ്യ എന്ന നഗരത്തെ പറ്റിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അയോധ്യ നഗരി സരയൂ നദീൻ്റെ തീരത്താണ് ഉണ്ടായിരുന്നത്. സഹി അർത്ഥവുമേ ദർശനീയ, അതായത് കാണേണ്ടത് തന്നെ, ദർശനീയ അതായത് ദേഖ്നെ ലായക്കായിരുന്നു. അത്ര സുന്ദരമായിരുന്നു ആ നഗരം. അയോധ്യ നഗരി ഭവ്യത ജैसे उसका दूसरा नाम हो, നല്ല ഭവ്യമായിട്ടുള്ള നഗരമായിരുന്നു. അതായത് ആർഭാടത്തോടു കൂടിയുള്ള ഒരു നഗരമായിരുന്നു. അവിടെ രാജകൊട്ടാരം മാത്രമല്ല ഭവ്യമായിരുന്നത്, സാധാരണക്കാരുടെ കെട്ടിടങ്ങൾ വരെ വലിയ വലിയ കെട്ടിടങ്ങളായിരുന്നു. അതുമാത്രമല്ല, അത് ആർഭാടത്തോടു കൂടിയുള്ള കെട്ടിടങ്ങളായിരുന്നു, സാധാരണക്കാരുടേതു പോലും. അവിടുത്തെ നടപ്പാതകൾ നല്ല വീതിയുള്ളതായിരുന്നു. നല്ല ഭംഗിയുള്ള ഉദ്യാനങ്ങൾ, ബാഗ് ബഗീച്ചെ, പിന്നെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ കൃഷിസ്ഥലങ്ങൾ, അതായത് പച്ചപ്പ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഫസ്ലേൻ ഖേത്തോമേ ലഹരാത്തി ഹരിയാലി, കൃഷിസ്ഥലങ്ങളൊക്കെ നല്ല പച്ചപ്പുണ്ടായിരുന്നു. നല്ല വിളകളൊക്കെ നല്ലോണം ഇങ്ങനെ ഉലഞ്ഞാടുമ്പോൾ, കാറ്റിൽ ഉലഞ്ഞാടുമ്പോൾ അത് സരയൂ നദിയുടെ തിരകളായിട്ടാണ് ഇതിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അയോധ്യ ഹർ തരസെ സമ്പന്ന നഗരി, ഇതെല്ലാം കൊണ്ട് അയോധ്യ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു നഗരമായിരുന്നു. സമ്പന്നത കോനെ അന്തരേ തക് ബിക്രി ഹുയി, കോനെ അന്തരേ തക് ഓരോ മൂലയിൽ, അതായത് എല്ലാവരും സമ്പന്നരായിരുന്നു, സന്തോഷവാനായിരുന്നു. അവിടെ സുഖവും സമൃദ്ധിയും ഉണ്ടായിരുന്നു. ദുഃഖവും വിപന്നതയും, അതായത് ദാരിദ്ര്യം അല്ലെങ്കിൽ ഗരീബി അവിടെ എന്താണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ആ രീതിയിൽ എല്ലാവരും സന്തോഷവാരായിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അവിടെ. യാ ഉനെ നഗർ കി സീമാമേ പ്രവേശ് കി അനുമതി നഹി, ഗരീബി ആ നഗരിയിൽ പ്രവേശിക്കത്തില്ലായിരുന്നു. പൂരാ നഗർ വിലക്ഷൺ താ, അതായത് എക്സ്ട്രാ ഓർഡിനറി, അതായത് ലക്ഷറിയസ് ആയിരുന്നു അവരുടെ ലൈഫ്. അത്ഭുതമായിരുന്നു, പിന്നെ മനോഹരമായിരുന്നു. ഉസേ ഏസാ ഹോനാഹി താ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അത് കോസല രാജ്യത്തിൻ്റെ രാജധാനിയായിരുന്നു അയോധ്യ. അതാരാണ് ഭരിച്ചിരുന്നത്? ദശരഥ മഹാരാജാവ്. എങ്ങനെ അവിടെ ദുഃഖം ഉണ്ടാവും, അവിടുത്തെ പ്രജകൾക്ക് എങ്ങനെയായിരിക്കും ദുഃഖം ഉണ്ടാവുക? തീർച്ചയായിട്ടും എല്ലാവരും സന്തുഷ്ടരായിരിക്കും ദശരഥ മഹാരാജാവിൻ്റെ ഭരണത്തിൽ. അതായത് ദശരഥ മഹാരാജാവ് കുശൽ യോദ്ധ എന്ന് പറഞ്ഞാൽ നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു, നല്ല കഴിവുള്ള ഒരു യോദ്ധ ആയിരുന്നു. ഓർ ന്യായപ്രിയ ശാസകത്തെ, ന്യായപ്രിയനായിരുന്നു. അതായത് നീതിക്ക് വേണ്ടി നിൽക്കുന്ന ശാസകനായിരുന്നു, ഭരണകർത്താവായിരുന്നു. മഹാരാജ് അജ രാജാവിൻ്റെ പുത്രനും രഘുവംശജനും രഘുകുലിൻ്റെ ഉത്തരാധികാരിയുമായിരുന്നു. അതിനനുസരിച്ച് രഘുകുലിൻ്റെ നീതിക പ്രഭാവം ഹർ ജഗ ദിഖായി ദേത്ത, നീതിയുടെ എല്ലാ പ്രഭാവവും, സത്യത്തിൻ്റെ ആ നീതിയുടെ പ്രഭാവം അവിടെ എല്ലായിടത്തും ആ രാജ്യത്ത് കാണാൻ സാധിക്കുമായിരുന്നു. സുഖ സമൃദ്ധി ജैसे लेकर बात व्यवहार तक लोग मर्यादाओं को पालन करते थे. ആൾക്കാർ, ആ പ്രജകൾ സുഖസമൃദ്ധി മാത്രമല്ല, അതിനനുസരിച്ച് അവരുടെ പെരുമാറ്റം, ബാത് വ്യവഹാർ തക് ഓർ മര്യാദാവും, അതായത് അവരുടെ അന്തസ്സ്, പിന്നെ സദാചാരികളായിരുന്നു എല്ലാവരും. നല്ല സദ്ഗുണങ്ങളോട് കൂടിയവരായിരുന്നു. പവിത്രതയുണ്ടായിരുന്നു അവിടെ ആൾക്കാരുടെ മനസ്സിൽ. ശാന്തിയും സമാധാനവും ഉള്ള നഗരം ആയിരുന്നു. ആളുകളുടെ പെരുമാറ്റത്തിൽ മാത്രമല്ല, അവരുടെ മനസ്സിലും, ലോകോക്കെ മൻമേ ഭി. राजा दशरथ यशस्वी थे, उन्हें किसी चीज़ की कमी नहीं थी. राज सुख था, कमी होने का प्रश्न ही नहीं था. രാജാവ് യശസ്വി ആയിരുന്നു. അതുമാത്രമല്ല, ഒരു കുറവും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും സന്തുഷ്ടരായിരുന്നു. രാജാവിനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ രാജാവിന് ഒരു ചെറിയ ദുഃഖം മാത്രം ഉണ്ടായിരുന്നു. കാരണം അതെപ്പോഴും മനസ്സിലിങ്ങനെ രാജാവിനെ വിഷമിപ്പിക്കുമായിരുന്നു. ഉൻകെ കോയി സന്താൻ നഹി ത്യ, രാജാവിന് സന്താനമില്ലായിരുന്നു, അതായത് കുട്ടികളില്ലായിരുന്നു. ആയു ലഗാത്താർ ബഡ്തി ജാ രഹി തി, പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. 3 റാണിമാരാണ് രാജാവിന് ഉണ്ടായിരുന്നത്, അതായത് കൗശല്യ, സുമിത്ര ഓർ കൈകേയി. റാണിയോ കെ മൻ മേ ഭി ബസ് യഹി ഏക് ദുഃഖ, റാണികളുടെ മനസ്സിലും ഇതന്നെയായിരുന്നു വിഷമം.
बहुत सोच विचार कर महाराज दशरथ ने इस संबंध में वशिष्ठ मुनि से चर्चा की. നല്ലവണ്ണം ആലോചിച്ച് മഹാരാജ ദശരഥ് വശിഷ്ഠ മുനി, അതായത് കുലുഗുരു വശിഷ്ഠ മുനിയോട് തൻ്റെ മനസ്സിലെ വിഷമം അറിയിച്ചു. അതായത് രഘുകുലിന് ഒരു ഉത്തരാധികാരി ഇല്ല എന്ന ചിന്ത മഹാരാജാവിന് അലട്ടുന്നുണ്ടായിരുന്നു. ആ വിഷയം വശിഷ്ഠ മുനിയെ രാജാവ് അറിയിച്ചു. ഉन्होंने दशरथ को यज्ञ करने की सलाह दी. അങ്ങനെ വശിഷ്ഠ മുനി യാഗം ചെയ്യാനുള്ള ഉപദേശിച്ചു. യാഗം ചെയ്യാനായിട്ട്, അതായത് പുത്രേഷ്ടി യാഗം ചെയ്യാനായിട്ട് ഉപദേശിച്ചു. ആ പുത്രേഷ്ടി യജ്ഞകരെ മഹാരാജ്, ആപ്കി ഇച്ഛ അവശ്യ പൂരി ഹോഗി. താങ്കൾ പുത്രേഷ്ടി യാഗം ചെയ്യണം മഹാരാജാവേ, തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും എന്ന് വശിഷ്ഠ മുനി രാജാവിനോട് പറഞ്ഞു. യജ്ഞ മഹാൻ തപസ്വി ഋഷ്യശൃംഗ കി ദേഖ് മേ ഹുവ. അങ്ങനെ യാഗം ഋഷ്യശൃംഗ മുനിയുടെ, തപസ്വി ഋഷ്യശൃംഗ മുനിയുടെ മേൽനോട്ടത്തിൽ നടന്നു. എല്ലാ നഗരവും അതിൽ ഒത്തുചേർന്നു. യജ്ഞശാല, അതായത് യാഗം നടക്കുന്ന സ്ഥലത്ത്, അത് സരയൂ നദിയുടെ തീരത്തായിരുന്നു നടന്നത്. അവിടെ എല്ലാ രാജാക്കന്മാരും ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ നല്ല മന്ത്രോച്ചാരണത്തോടെയും ശംഖധ്വനിയും കൂടെ അവിടെ ആകെ സരയൂ നദിയുടെ തീരത്ത് യാഗം നടത്തപ്പെട്ടു. അങ്ങനെ അന്തിമാഹുതി രാജ ദശരഥ് കി തീ. അന്തിമ ആഹുതി, അതായത് ത്യാഗം, ദശരഥ മഹാരാജാവാണ് നൽകിയത്. അങ്ങനെ യാഗം പൂർത്തിയാവുകയും ചെയ്തു. അഗ്നിക്ക് ദേവതാനെ മഹാരാജ് ദശരഥ് കോ ആശീർവാദ് ദിയ. അങ്ങനെ അഗ്നിദേവത മഹാരാജാവിന് അനുഗ്രഹമായിട്ട് നൽകി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ദശരഥ മഹാരാജാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ദശരഥ മഹാരാജാവിന് സന്താന പ്രാപ്തി ഉണ്ടായി. തീനോം റാണിയാം പുത്രവതി ഹുയി. 3 റാണിമാരും അങ്ങനെ പുത്രവതികളായി. അതായത് മഹാറാണി കൗശല്യാനെ രാം കോ ജന്മ ദിയ. കൗശല്യദേവി ശ്രീരാമനെ ജന്മം നൽകി. ചൈത്രമാക്കി നവമിക്ക് ദിൻ. ചൈത്രമാസത്തിൻ്റെ നവമിയുടെ ദിവസമാണ് ശ്രീരാമൻ ജനിച്ചത്. റാണി സുമിത്രയ്ക്ക് 2 പുത്ര ഹുവേ, ലക്ഷ്മണും ശത്രുഘ്നനും. പിന്നെ കൈകേയി മഹാറാണിക്ക് ഭരത് എന്ന മകനാണ് ജനിച്ചത്. രാജ്മഹൽ മേ ഖുഷി ഛാ ഗയി, നഗർ മേ ബധായിയാം ബജ്നെ ലഗി, മംഗൾ ഗീത് ഗായേ ഗയേ. അങ്ങനെ മുഴുവൻ നഗരവും സന്തോഷത്തോടെ എല്ലാവരും ആഹ്ലാദിക്കുകയായിരുന്നു. കാരണം പുത്രന്മാരാണ്, സന്താന ലബ്ധി ഉണ്ടായി രാജാവിന് എന്ന സന്തോഷം. അതായത് എല്ലാവരും അവിടെ ബധായിയാം, എല്ലാവരും ആശംസകളും മംഗൾഗീതും എല്ലാം അവിടെ ഉത്സവത്തോടെ എല്ലാവരും ഉത്സവ പ്രതീതി ഉയർത്തുന്നത് പോലെ അവിടെ തോന്നി. അങ്ങനെ മഹാരാജാവിൻ്റെ മനസ്സിലെ മനോകാമന പൂർത്തിയായതിൻ്റെ സന്തോഷത്തിലായിരുന്നു മഹാരാജാവ്. അങ്ങനെ അവിടെ കൂടിയ എല്ലാവരെയും രാജാവ് ആദരവോടെ അവരെ തുണിയും പിന്നെ ധാന്യവും പിന്നെ ധനവും ഒക്കെ നൽകി അവരെ തിരിച്ചയച്ചു, സന്തോഷത്തോടെ തിരിച്ചയച്ചു. चारों राजकुमार धीरे धीरे बड़े हुए, बहुत सुंदर थे सुदर्शन. 4 രാജകുമാരന്മാരും പതുക്കെ പതുക്കെ വലുതായി. അവർ വളരെ കാണാൻ ഭംഗിയുള്ള രാജകുമാരന്മാരായിരുന്നു. സുദർശൻ, കണ്ണിന് സുഖം നൽകുന്ന നല്ല സുന്ദരമായ രാജകുമാരന്മാരായിരുന്നു. അവർ കളിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും അവരെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. 4 രാജാക്കന്മാരും ചാരോ ഭായിയോമേ ആപ്പസ്മേ ബഹുത് പ്രേം ഥാ. നല്ല സ്നേഹമുണ്ടായിരുന്നു 4 പേർക്കും തമ്മിൽ. രാം അപ്നെ ബഡേ ഭായി രാം കി ആജ്ഞ മാനത്തെ തേ. 3 പേരും ചേട്ടൻ്റെ, അതായത് ശ്രീരാമൻ്റെ വാക്കുകൾ അനുസരിക്കുമായിരുന്നു. കളിക്കുന്ന സമയത്ത് ലക്ഷ്മൺ എപ്പോഴും ശ്രീരാമൻ്റെ കൂടെയും ഭരത് എപ്പോഴും ഭരതനും ശത്രുഘ്നനും എപ്പോഴും ഒരുമിച്ചായിരിക്കും ജോഡിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. और बड़े होने पर राजकुमारों को शिक्षा दीक्षा के लिए भेजा गया. उन्होंने कुशल और अपनी विद्या में दक्ष गुरुजनों से ज्ञान अर्जित किया. അങ്ങനെ രാജകുമാരന്മാർ വലുതാവും തോറും അവർക്ക് പിന്നെ ശിക്ഷാ ദീക്ഷ നൽകാനായിട്ട് ഓരോ ദക്ഷ ഗുരുജനോക്കെ പാസ്, അതായത് നല്ല അറിവ് ഉള്ള ഗുരുജനങ്ങളുള്ള ഗുരുകുലത്തേക്ക് അവരെ അയച്ചു. അങ്ങനെ അവർ ശസ്ത്രവിദ്യയും പിന്നെ ശിക്ഷാ ദീക്ഷ എല്ലാം അവിടെ നിന്ന്
നേടിയെടുത്തു. ചാറും രാജ്കുമാർ കുശാഗ്ര ബുദ്ധി थे. അങ്ങനെ 4 രാജകുമാരന്മാരും നല്ല ബുദ്ധിമാന്മാരായിരുന്നു. അത് കുശാഗ്ര ബുദ്ധി थे, നല്ല ഷാർപ്പ് മൈൻഡഡ് ആയിരുന്നു, നല്ല കുശാഗ്ര ബുദ്ധി थे. ജൽദ് ഹി സബ് വിദ്യാവുമേ പാരംഗത് ഹോ ഗए. എല്ലാത്തിലും അവർ വേഗം മിടുക്കരായിട്ട് അവർ മുന്നോട്ട് വന്നു. പാരംഗത് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടായിട്ട് പഠിച്ചെടുത്തു എല്ലാം. രാം ഇസ്മേ സർവോപരി थे, ഉന്മേ കൈ അന്യ ഗുൺ ഭി थे. ശ്രീരാമന് ബുദ്ധിയിൽ മാത്രമല്ല വിവേകവും പിന്നെ ശാലീനതയും പിന്നെ ന്യായപ്രിയനായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ശ്രീരാമൻ ഉത്തമ പുരുഷൻ എന്ന് പറയാം. രാജാ ദശരഥ് को राम सबसे अधिक प्रिय थे, ज्येष्ठ पुत्र होने के कारण और इन मानवीय गुणों के कारण भी. ദശരഥ മഹാരാജാവിന് ശ്രീരാമനോടായിരുന്നു കൂടുതൽ സ്നേഹം. കാരണം അത് ജ്യേഷ്ഠപുത്രനായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇത് ഈ മാനവീയ ഗുണങ്ങൾ, അതായത് വിവേകവും ശാലീനതയും ന്യായപ്രിയതയും എല്ലാം ആ ചെറുപ്പത്തിലെ ശ്രീരാമന് ഉണ്ടായിരുന്നു, അതുകൊണ്ടാകാം. രാജ്കുമാർ കുച്ച് ഓർ ബഡേ ഹുए, വിവാഹ യോഗ്യ നഗർ മേ ഇസ്കി ചർച്ച ഹോനെ ലഗി. അങ്ങനെ രാജകുമാരന്മാർ കുറച്ചുകൂടെ വലുതായപ്പോൾ അവരുടെ വിവാഹത്തെപ്പറ്റി, അതായത് വിവാഹയോഗ്യ, അതായത് വിവാഹത്തിൻ്റെ സമയമായി എന്ന് ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതായത് അവർക്ക് വേണ്ടിയുള്ള സുയോഗ്യ വധുവേയും അപ്നി സന്താനവും കെലിയെ സുയോഗ്യ വധുവേയും അവർ അന്വേഷിക്കാനായിട്ട് റാണിമാരും ദശരഥ മഹാരാജാവ് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് അയോധ്യ രാജ്മഹലിൽ, അതായത് രാജകൊട്ടാരത്തിൽ ഒരു മഹർഷി, അതായത് വിശ്വാമിത്ര മഹർഷി വന്നു ചേരുന്നത്. അതായത് एक दिन ऐसी ही चर्चा चल रही थी, गहन मंत्रणा, तभी एक द्वारपाल घबराया हुआ अंदर आया. उसने सूचना दी कि महर्षि विश्वामित्र पधारे हैं. അപ്പോൾ ആ സമയത്ത് ഒരു ദ്വാരപാലകൻ വന്ന് ഇങ്ങനെ പേടിച്ച് പറഞ്ഞു, മഹർഷി വിശ്വാമിത്രൻ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ തന്നെ മഹാരാജ് ദശരഥ് തത്കാൽ अपना आसन छोड़कर एनीट वेगम द्वार की ओर बढ़े और महर्षि की अगवानी करने और उन्हें लेकर दरबार में आए. അങ്ങനെ ദശരഥ മഹാരാജാവ് സ്വയം എഴുന്നേറ്റ് പോയി മഹർഷി വിശ്വാമിത്രനെ ആനയിച്ചു കൊണ്ടുവന്നു. विश्वामित्र कभी स्वयं राजा थे, बहुत बड़े और बलशाली. बाद में अपना राजपाट छोड़ दिया. വിശ്വാമിത്ര മഹർഷി സ്വയം ഒരു രാജാവായിരുന്നു, പക്ഷേ അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം വിശ്വാമിത്ര മഹർഷി തൻ്റെ രാജ്യഭാരം എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസം സ്വീകരിച്ചു, ഗ്രഹൺ കർ ലിയ. ജംഗൽ ചലേ ഗയെ, വഹി ഉन्होंने अपना ആശ്രമം बनाया. അങ്ങനെ വനത്തിൽ പോയി അവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചു. ആ ആശ്രമത്തിൻ്റെ പേരായിരുന്നു സിദ്ധാശ്രം. महर्षि के स्वागत सत्कार के बाद दशरथ ने कहा, महर्षि आज्ञा दे, मैं आपकी क्या सेवा कर सकता हूँ. आप अपने मन की बात कहिए, आपकी आज्ञा का पूरी तरह पालन होगा. വിശ്വാമിത്ര മഹർഷിയോട് ദശരഥ മഹാരാജാവ് എന്ത് ആണെങ്കിലും ആജ്ഞാപിച്ചോളൂ മഹർഷിയെ എന്ന് പറഞ്ഞു. അത് പാലിക്കാനുള്ള അത് എന്തായാലും പാലിക്കുന്നതായിരിക്കും എന്ന് ദശരഥ മഹാരാജാവ് മഹർഷിയോട് പറഞ്ഞു. രാജൻ मैं जो मांगने जा रहा हूँ उसे देना आपके लिए कठिन होगा എന്ന് മഹർഷി പറഞ്ഞു. ഞാൻ എന്താണോ പറയാൻ പോകുന്നത് അത് രാജാവിന് എനിക്ക് നൽകാൻ അത് പ്രയാസമായിരിക്കും എന്ന് മഹർഷി ആദ്യമേ അറിയിച്ചു. ആജ്ഞा दीजिए महर्षि, मैं उसे पूरा करने के लिए तत्पर हूँ, बिल्कुल नहीं हिचकूंगा. മഹർഷിയെ നിങ്ങൾ ആജ്ഞാപിച്ചാലും ഞാനത് ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കത്തില്ല, അതായത് നഹി ഹിച്കൂങ്ക, മടി കാണിക്കത്തില്ല. मैं सिद्ध के लिए सिद्धि के लिए यज्ञ कर रहा हूँ, अनुष्ठान लगभग पूरा हो गया है, लेकिन 2 राक्षस उसमें बाधा डाल रहे हैं. മഹർഷി പറഞ്ഞു, ഞാൻ സിദ്ധിക്ക് വേണ്ടി ഒരു യാഗം ചെയ്യുകയാണ്, ആചാരങ്ങളൊക്കെ പൂർത്തിയായി, പക്ഷേ 2 രാക്ഷസന്മാർ അതിന് ബാധയായിട്ട് നിൽക്കുന്നുണ്ട്. അവർ വന്ന് അവിടെ ശല്യപ്പെടുത്തുകയാണ്, യാഗത്തിന് ബാധയാവുകയാണ്. അതുകൊണ്ട് मैं जानता हूँ कि उन राक्षसों को केवल एक ही व्यक्ति मार सकता है, वह राम है. आप अपने ज्येष्ठ पुत्र को मुझे दे दे ताकि यज्ञ पूरा हो. വിശ്വാമിത്ര ने कहा, എനിക്കറിയാം ആ രാക്ഷസന്മാരെ വധിക്കാൻ ആകെ ഒരാൾക്കേ സാധിക്കൂ, അത് നിങ്ങളുടെ ശ്രീരാമനാണ്, നിങ്ങളുടെ രാമനാണ്, ജ്യേഷ്ഠപുത്രൻ രാമന് മാത്രമേ അത് സാധിക്കൂ എന്ന് വിശ്വാമിത്രൻ അറിയിച്ചു. दशरथ पर जैसे बिजली गिर पड़ी, वह अचकचा गए. उन्हें उम्मीद ही नहीं थी कि मुनिवर उनसे राम को मांग लेंगे. അച്ചകച്ചാ ഗയ, അവർ ആകെ കൂടെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ദശരഥ മഹാരാജാവ്. ഉന്നെ ഉമ്മീദ് ഹി നഹി ഥി,
മഹാരാജാവ് വിചാരിച്ചതുപോലുമില്ല, മനസ്സിൽ വന്നതുപോലുമില്ല ഇക്കാര്യം. മുനിവർ ഉൻസെ രാം കോ മാംഗ് ലെങ്കെ, മുനിവർ ശ്രീരാമിനെ ചോദിക്കും എന്നത് മനസ്സിൽ പോലും രാജാവിന് വന്നിട്ടില്ല. उनके सबसे प्रिय दशरथ चिंता में पड़ गए. विश्वामित्र दशरथ की दुविधा समझ रहे थे. उन्होंने कहा, मैं राम को केवल कुछ दिनों के लिए मांग रहा हूँ, यज्ञ 10 दिन में संपन्न हो जाएगा. മഹാരാജ് ദശരഥ് ദുഃഖി ഹോകെ. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജനോട് പറഞ്ഞു, ഒരു വിഷമവും വേണ്ട, കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഞാൻ ശ്രീരാമനെ കൊണ്ടുപോകുന്നുള്ളൂ. യജ്ഞ 10 ദിവസത്തിൻ്റേതാണ്. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞാൽ അത് സമ്പന്നമാവും. അതിനുശേഷം ഞാൻ ശ്രീരാമനെ ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. മഹാരാജ് ദശരഥ് ദുഃഖി ഹോകെ. എങ്കിലും പുത്രവിയോഗമാണ്, അത് സഹിക്കാൻ പറ്റുന്നതല്ല ദശരഥ മഹാരാജാവിന്. അതും നല്ല മൂത്ത മകനോട് വളരെയധികം സ്നേഹമായിരുന്നു ദശരഥ മഹാരാജാവിനോട്. ദർബാർ മേ സന്നാട്ട ഛാ ഗയാ. ദശരഥ് കി ദശ ദേഖർ മന്ത്രി ചിന്തിത് थे पर चुप थे. ആരും ഒന്നും സംസാരിക്കാതെ നിന്നു, എല്ലാവരും നിശബ്ദരായി. അവിടെ നിശബ്ദതയുണ്ടായിരുന്നു. സന്നാട്ട ഛാ ഗയാ. അങ്ങനെ മന്ത്രിമാർ വരെ ചിന്തിതരായി. മഹർഷി വശിഷ്ഠ ശാന്തി. വശിഷ്ഠ മഹർഷിയും ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു, മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഇത്നേമേ ദശരഥ് കാം കർ ബേഹോഷ് ഹോ ഗയ. ആ സമയത്ത് ദശരഥ മഹാരാജാവ് മൂർച്ഛിച്ചു, അതായത് തലകറങ്ങി വീണു. ഹോഷ് ആയ तो डरने उन्हें फिर जकड़ लिया. ബോധം വന്നപ്പോൾ വീണ്ടും ഒരു പേടിയായിരുന്നു മഹാരാജാവിനെ. എങ്ങനെ താൻ തൻ്റെ മകൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെ വിട്ടു നിൽക്കും, അതായത് എങ്ങനെ ആ വിയോഗം രാജാവിന് ഓർക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. സംഖ്യാശൂന്യ പടേ രഹേ. ഒന്നും അറിയാത്ത ഒരു സ്ഥിതിയായിരുന്നു രാജാവിൻ്റേത്. महर्षि विश्वामित्र का क्रोध बढ़ता जा रहा था. दरबार सशंकित था किसी अनिष्ट की आशंका से. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ ദേഷ്യം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ രാജകൊട്ടാരം മുഴുവൻ, അതായത് രാജ്യസഭയിലുള്ള എല്ലാ മന്ത്രികളും പിന്നെ എല്ലാവരും നല്ല ആശങ്കയിലായിരുന്നു. ഇനി എന്ത് സംഭവിക്കും, എന്തോ നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ എന്തോ നടക്കാനുണ്ട് എന്നൊരു പേടിയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. സംവാദ് മേ കുച്ച് ബോൽന ഉചിത് ബി നഹി ഥാ. അവരുടെ ഇടയിൽ സംസാരിക്കുന്നത് അത് ഉചിതമായിട്ടും അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് വശിഷ്ഠ മുനി വരെ മിണ്ടാതെ അവിടെ അവരെ നോക്കിയിരുന്നു. थोड़ी देर बाद दशरथ उठे. स्वयं को संभालते हुए उन्होंने महर्षि से विनती की. കുറച്ച് സമയത്തിന് ശേഷം ദശരഥ മഹാരാജാവ് എണീറ്റ് മഹർഷിയോട് വിനീതമായി അപേക്ഷിച്ചു. മഹാമുനി മേരാ രാം തോ അഭി 16 വർഷ കാ ഹൈ. 16 വയസ്സേ ആയിട്ടുള്ളൂ ശ്രീരാമന്. ആ രാക്ഷസോം സെ കേസെ ലടേക. രാക്ഷസ് മായാവി ഹെ. രാക്ഷസന്മാർ മായാവിയാണ്. അവരുടെ തട്ടിപ്പുകൾ ഒന്നും ശ്രീരാമന് അറിയത്തില്ല. എങ്ങനെ ശ്രീരാമൻ അവരെ വധിക്കും, കൊച്ചുകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചു. മേ സ്വയം ആപ്കെ സാത്ത് ചലൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സേനയെ അയക്കാം, അല്ലെങ്കിൽ ഞാൻ സ്വയം നിങ്ങളുടെ കൂടെ വരാം. രാക്ഷസോസി യുദ്ധക്കുരു. ഞാൻ തന്നെ യുദ്ധം ചെയ്യാം എന്ന് വിനീതമായി അപേക്ഷിച്ചു. महर्षि विश्वामित्र ने कोई प्रतिक्रिया व्यक्त नहीं की. क्रोधित थे पर उसे व्यक्त नहीं कर रहे थे. उन्हें अपने यज्ञ के नियम याद थे. क्रोध करने से यज्ञ खंडित हो जाता, अनुष्ठान अधूरा रह जाता. महर्षि വിശ്വാമിത്രന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ആ ദേഷ്യം കാണിക്കുന്നില്ലായിരുന്നു. കാരണം യാഗത്തിൻ്റെ സമയത്ത് കുറേ ആചാരങ്ങളുണ്ട്, അതായത് അതിനനുസരിച്ചിട്ട് ദേഷ്യം വരരുത് എന്നാണ്. അതുകൊണ്ട് മഹർഷി വിശ്വാമിത്ര അത് ഇങ്ങനെ ഒതുക്കി വയ്ക്കുകയായിരുന്നു. ഒന്നും പ്രതിക്രിയ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. मैं राम के बिना नहीं रह सकता महामुनि, एक पल भी नहीं. ഞാൻ ശ്രീരാമൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് ദശരഥ മഹാരാജാവ് അറിയിച്ചു. ബിൽക്കുൽ नहीं, वह मेरे बुढ़ापे की संतान है, मैं उससे बहुत प्रेम करता हूँ. എൻ്റെ പ്രായകാലത്തുണ്ടായ ഒരു മോനാണ്, എനിക്ക് അവനെ വിട്ടു നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് എൻ്റെ മകനോട് എന്ന് ദശരഥ മഹർഷി കാ ക്രോധ് ഭബക്കുട്ട. ദർബാർ മന്ത്രിഗൺ और ഋഷിമുനി സക്തേ മേ ആ ഗയെ. അങ്ങനെ മഹർഷിയുടെ ക്രോധം ഇങ്ങനെ തിളച്ച് വരികയാണ്. അതിനനുസരിച്ച് മന്ത്രിസഭയിലും മന്ത്രിഗണും ഋഷിമുനികളും എല്ലാവരും ഇങ്ങനെ പേടിച്ച് എന്ത് ചെയ്യണം എന്ന ഒരു സ്ഥിതിയിലോട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് महर्षि പറഞ്ഞു, आप रघुकुल की रीति तोड़ रहे हैं राजन, वचन देकर पीछे हट रहे हैं. यह बर्ताव कुल के विनाश का सूचक है. आप जानते हैं कि मैं स्वयं दुष्ट राक्षसों का संहार कर सकता था, लेकिन मैंने संन्यास ले लिया है. अगर आप राम को नहीं देंगे तो मैं यहाँ से खाली हाथ लौट जाऊँगा. അങ്ങനെ മഹർഷി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുലത്തിൻ്റെ രീതി, രഘുകുലത്തിൻ്റെ രീതിക്ക് എതിരാണ് ചെയ്യുന്നത്. അതായത് വചൻ ജായേ പർ
പ്രാൺ ജായെ പർ വചൻ ന ജായെ എന്ന രീതിയാണ് നിങ്ങൾ രഘുകുലത്തിൻ്റെ. അത് നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. നിങ്ങൾ വചനം കൊടുത്തത് നിർവഹിക്കുന്നില്ല. അങ്ങനെ ഇത് കുലത്തിൻ്റെ തന്നെ വിനാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, എനിക്ക് സ്വയം ദുഷ്ടരാക്ഷസന്മാരെ സംഹരിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ ഇപ്പോൾ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീരാമനെ എൻ്റെ കൂടെ അയക്കുക. നിങ്ങൾ അയച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നും, ശ്രീരാമൻ കൂടെ ഇല്ലാതെ ഇവിടുന്ന് തിരിച്ച് മടങ്ങേണ്ടതായിട്ട് വരും. बात बिगड़ती देखकर मुनि वशिष्ठ आ गया। महाराज दशरथ को समझाया। राम की शक्ति के बारे में, प्रतिज्ञा तोड़ने के संबंध में, महर्षि विश्वामित्र के साथ रहने पर राजकुमार राम को होने वाले ലാഭ് കെ ബാരെ में. ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കാരണം കുലഗുരുവായ വസിഷ്ഠ മുനി മുന്നോട്ട് വന്ന് ദശരഥ മഹാരാജാവിനെ മനസ്സിലാക്കി തന്നു. അതായത് ശ്രീരാമൻ്റെ ശക്തിയെപ്പറ്റിയും പ്രതിജ്ഞ ചെയ്തത് നടത്താതെ പോയാലുണ്ടാകുന്ന അതിൻ്റെ ഭവിഷ്യത്തിനെ പറ്റിയും, തോഡ്നെക്ക് സംബന്ധമേ, പിന്നെ മഹർഷി വിശ്വാമിത്രൻ്റെ കൂടെ ശ്രീരാമനെ അയച്ചാലുണ്ടാവുന്ന ലാഭത്തെ പറ്റിയും, അതായത് ശിക്ഷ ദീക്ഷ അതിനെപ്പറ്റിയായിരുന്നു വസിഷ്ഠ മുനി മഹാരാജാവിനോട് പറഞ്ഞത്. അങ്ങനെ राजन आपको अपना वचन पूरा करना चाहिए। रघुकुल की रीति यही है। प्राण देकर भी आपके पूर्वजों ने वचन निभाया है। आप राम की चिंता न करें। महर्षि के होते उनका कोई कुछ नहीं बिगाड़ सकता. ശ്രീരാമനെ മഹർഷിയുടെ കൂടെ ധൈര്യത്തോടെ അയച്ചോളൂ. കാരണം മഹർഷിയുടെ കൂടെ ഉള്ളിടത്തോളം കാലം മഹർഷി ഒന്നുകൊണ്ടും ശ്രീരാമന് ഒരു പരിക്കും സംഭവിക്കത്തില്ല എന്ന ആശ്വാസവാക്കും മഹാമുനി രാജാവിനോട് പറഞ്ഞു. महाराज दशरथ की चिंता कुछ कम हुई, पर मन अब भी खिन्न था. पुत्र बिछो का दुख सभी तर्कों पर भारी पड़ रहा था. എന്ത് പറഞ്ഞാലും ദശരഥ മഹാരാജാവിൻ്റെ ചിന്ത കുറച്ച് കുറഞ്ഞെങ്കിലും ആ സമയത്ത് അപ്പോഴും ഇത് എതിർപ്പുണ്ടായിരുന്നു മഹാരാജാവിന് ശ്രീരാമനെ അയക്കാനുള്ളത്. ഖിന്നത, അതിൻ്റെ എതിരായിരുന്നു മഹാരാജാവ്. പുത്ര ബിഛോ കാ ദുഃഖ്, പുത്രവിയോഗത്തിൻ്റെ വിഷമിക്കുകയായിരുന്നു दशरथ महाराजा. गुरु वशिष्ठ ने कहा, महाराज महर्षि विश्वामित्र सिद्ध पुरुष है, तपस्वी हैं, अनेक गुप्त विद्याओं के जानकार हैं. वह कुछ सोचकर ही यहाँ आए हैं. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് മഹർഷി വിശ്വാമിത്ര ഇവിടെ വന്നിട്ടുണ്ടാവുക. കാരണം വിശ്വാമിത്ര മഹർഷി സിദ്ധപുരുഷനാണ്, തപസ്വിയാണ്. അങ്ങനെ അതുമാത്രമല്ല, ഗുപ്ത വിദ്യാവൊക്കെ ജാൻകാർ, അതായത് മറ്റാർക്കും അറിവില്ലാത്ത കുറേ വിദ്യകൾ മഹർഷി വിശ്വാമിത്രന് അറിയാം. അതായത് ഗുപ്ത വിദ്യാവൊക്കെ ജാൻകാർ ഹെ. അതൊക്കെ ശ്രീരാമന് തീർച്ചയായിട്ടും പകർന്നു തരാനുള്ള ഉദ്ദേശത്തിലായിരിക്കാം മഹർഷി വിശ്വാമിത്ര ഈ കാര്യം മുന്നോട്ട് വെച്ചത്. ശ്രീരാമന് അവരിൽ നിന്നും കുറേ വിദ്യകൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആ റാംകോ മഹർഷി വിശ്വാമിത്ര കെ സാത്ത് ജാനീതെ. അങ്ങനെ ശ്രീരാമന് നിങ്ങൾ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയച്ചാലും, റാംകോവിനെ സോംദേ, മഹർഷി വിശ്വാമിത്രന് ഏൽപ്പിച്ചാലും. दशरथ ने मुनि वशिष्ठ की बात दुखी मन से स्वीकार कर ली, लेकिन वह राम को अकेले नहीं भेजना चाहते थे. उन्होंने विश्वामित्र से आग्रह किया, कहा कि वे राम के साथ उनके छोटे भाई लक्ष्मण को भी ले जाए. അപ്പോൾ ദശരഥ മഹാരാജാവ് മനസ്സോടെയാണെങ്കിലും ഇത് സ്വീകരിച്ചു, ഈ കാര്യം സ്വീകരിച്ചു. അങ്ങനെ ശ്രീരാമന് ഒറ്റയ്ക്ക് അയക്കാനുള്ള മനസ്സ് രാജാവിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷിയോട് ഒരു ആഗ്രഹം പറഞ്ഞു. ശ്രീരാമൻ്റെ കൂടെ ശ്രീരാമൻ്റെ ചെറിയ അനുജൻ ലക്ഷ്മണനെയും കൂട്ടാനായിട്ട് ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് ആഗ്രഹം ഉന്നയിച്ചു. महर्षि विश्वामित्र ने महाराज दशरथ का यह आग्रह स्वीकार कर लिया. അങ്ങനെ महर्षि ആ ആഗ്രഹം സ്വീകരിച്ചു. അങ്ങനെ राम और लक्ष्मण को तत्काल दरबार में बुलाया गया. महाराज दशरथ ने उन्हें अपने निर्णय की सूचना दी. അങ്ങനെ രണ്ടുപേരും ശ്രീരാമനും ലക്ഷ്മണനും തത്കാലമായി, അതായത് അപ്പം തന്നെ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയും അങ്ങനെ രണ്ടുപേരും സഹർഷ സ്വീകാർ കരുത്, രണ്ടുപേരും ഇത് സന്തോഷത്തോടെ അവർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അച്ഛൻ്റെ നിർണയം, അതായത് അച്ഛൻ്റെ തീരുമാനം അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. സിർ ജുഗാക്കർ ആദർ സഹിത്, നല്ല ആദരവോടെ അവരത് സ്വീകരിച്ചു.
इसकी सूचना माता कौशल्या को दी गई। बताया गया कि राम और लक्ष्मण वन जा रहे हैं महर्षि विश्वामित्र के साथ। नितांत गंभीर माहौल में स्वस्ति वचन हुआ। അങ്ങനെ കൗശല്യ മാതയെ അറിയിച്ചു ശ്രീരാമൻ ഇങ്ങനെ വനത്തിൽ പോവുകയാണെന്നും ലക്ഷ്മണനും ശ്രീരാമനും കൂടെ വനത്തിൽ പോവുകയാണെന്നും പിന്നെ അതിനനുസരിച്ച് മഹർഷി വിശ്വാമിത്രൻ്റെ കൂടെയാണ് പോകുന്നതെന്നും അറിയിച്ചു. ആ സമയത്ത് രാജകൊട്ടാരത്തിൽ രാജ്യസഭയിൽ നിതാന്ത് ഗംഭീർ മാഹോൽ, അതായത് ആകെ കൂടെ സമ്പൂർണ്ണ അന്തരീക്ഷവും ഇങ്ങനെ മന്ത്രോച്ചാരണത്താൽ ഇങ്ങനെ സ്വസ്തി വചൻ ഹുവ, അതായത് മന്ത്രോച്ചാരണങ്ങൾ ഇങ്ങനെ നിറയുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്വസ്തി വചൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ശംഖധ്വനികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. നഗാഡെ ബജെ. പിന്നെ മഹാരാജ ദശരഥ് കെ ഭാവുക് ഹോക്കർ ദോനോ പുത്രോं का मस्तक चूमकर उन्हें महर्षि को सौंप दिया. അങ്ങനെ രണ്ടു പുത്രന്മാരുടെയും നെറ്റിയിൽ ചുംബിച്ച മഹർഷിയെ അവരെ രണ്ടുപേരെയും ഏൽപ്പിച്ചു. दोनों राजकुमार बिना विलंब किए महर्षि के साथ चल पड़े. രണ്ട് രാജകുമാരന്മാരും ബിനാ വിലംബ് കിയെ, ഒട്ടും താമസിക്കാതെ മഹർഷിയുടെ കൂടെ ഇങ്ങനെ നടന്നു നീങ്ങി. ബിഹഡ് ഓർ ഭയാനക് ജംഗലോ കി ഓർ, അങ്ങനെ ഭയാനകമായിട്ടുള്ള ജംഗലിൻ്റെ വനത്തിലോട്ട് അവർ അങ്ങനെ നടന്നു നീങ്ങി. വിശ്വാമിത്ര ആകെ ആകെ ചെൽ രഹേ തേ, രാം ഉൻകെ പീछे തേ, ലക്ഷ്മൺ രാം സേ ദോ കദം പീछे. അങ്ങനെ വിശ്വാമിത്രന് മുമ്പിൽ, വിശ്വാമിത്ര മഹർഷിയുടെ പിന്നിലായിട്ട് രാം, പിന്നെ ശ്രീരാമനും ശ്രീരാമൻ്റെ പിന്നിലായിട്ട് ദോ കദം പീछे ലക്ഷ്മണനും അങ്ങനെ നടന്നു നീങ്ങി. अपने धनुष संभाले हुए, पीठ पर तुनीर बांधे, कमर में तलवारें लटकाया. അതായത് ധനുഷും പിന്നെ അമ്പും പിന്നെ അമ്പിൻ്റെ ആ തുണീറും പിന്നെ കമർമേ തൽവാരെ ലട്കായ, വാളും എല്ലാം ധരിച്ചിട്ട് മൂന്ന് പേരും ഇങ്ങനെ വനത്തിലോട്ട് യാത്രയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്